ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്താ പടം. കുറേ കാലങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ നിന്ന് ഒരുപാട് ചിരിച്ചു. 2 മണിക്കൂർ 40 മിനിറ്റ് സമയം പോണതേ അറിയത്തില്ല. നമ്മൾ കണ്ടു മടുത്ത പോലത്തെ ഒരു തീം തന്നെയാണ് ഈ സിനിമയിലെയും സ്റ്റോറി. നമ്മൾ ക്ലീശയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ സിനിമ ഇതേപോലത്തെ റോളൊക്കെ ന്യൂമ്പോൾ ചെയ്യും മിടുക്കണം. ഉള്ള കാര്യം പറയല്ല, എനിക്ക് ഇതേപോലത്തെ സിനിമകൾ, ഈ ഒരു തീം സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ ചിരിക്കാൻ ഒരുപാട്, ആദ്യം മുതൽ അവസാനം വരെ ചിരിക്കുക. ഇഷ്ടം പോലെ കൗണ്ടറുകൾ പോരാത്തതിന് ഈ കൗണ്ടറുകൾ അടിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ സ്റ്റോപ്പ് ചെയ്ത് ആ കൗണ്ടറിന് ചിരിക്കേണ്ട സമയം തരില്ല. കാഷ്വലായിട്ടങ്ങ് പറഞ്ഞു പോവുകയാണ്. എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയാണ്. അനാവശ്യമായിട്ടൊരു കാസ്റ്റിംഗ് പോലും എനിക്ക് ഫീൽ ചെയ്യില്ല. പ്രേമലു സെറ്റ് ഫുള്ളും ഉണ്ട്. പറഞ്ഞു തുടങ്ങിയ ഒരുപാട് പറയേണ്ടി വരും. ഫസ്റ്റ് ഹാഫ് തീരല്ലേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. മമിതയും ഇതിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് അവളെ പല സിനിമകൾ, മാനടിയുടെ പല സിനിമകൾ എനിക്ക് കുറേയൊക്കെ ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് അങ്ങനെ ഒന്നും തോന്നില്ല. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ചില കോമഡീസൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ ക്രിഞ്ചാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ സിനിമയ്ക്ക് അതും സ്യൂട്ടാണ്. ഈ സിനിമയിലെ മേക്കിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, ഇതിലുള്ള നടനുമായിട്ടുള്ള ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കെമിസ്ട്രി, പിന്നെ അവിടെയുള്ള ഫ്രണ്ട്സ്, അവരെ ലൊക്കേഷൻ, അവരെ ബന്ധുക്കൾ, അവരെ നാട്ടുകാർ, എന്ത് നോക്കിയാലും A to Z ഫുൾ പോസിറ്റീവ് എനർജിയും ഫുൾ ചിരിക്കാൻ. നമ്മളെ നാട്ടിൽ ഇതേപോലത്തെ ആളൊന്നും കാണാൻ കിട്ടൂല, അത് വേറെ കാര്യം. ഈ സിനിമ ഫുൾ പോസിറ്റീവ് വൈബ്. എൻ്റെ തൊട്ടടുത്തിരുന്ന ആളങ്ങ് അട്ടഹസിച്ച് ചിരിക്കുകയാണ്. എനിക്ക് ആ പുള്ളിക്കാരനെ ചിരി കാണുമ്പോൾ കുറച്ചുകൂടി ചിരി വരും. ടോട്ടലി അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് തീരരുതെന്നുള്ള പ്രാർത്ഥന മാത്രം. സെക്കൻഡ് ഹാഫ് ആയപ്പം അറിയാമല്ല, സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ സിനിമ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പോകും. എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്നില്ല. അവിടെയും കുറച്ച് എമോഷണൽ സീൻ വരുമ്പോഴും അതിലും കുറച്ച് കോമഡീസ് ഇവർ ആഡ് ചെയ്യും. പോരാത്തതിന് കാന്താരയിൽ ഒരു സ്പൂഫ് സാധനമൊക്കെ വരിട്ടുണ്ടോ, അതൊക്കെ അടിപൊളി സാധനം. അടിപൊളി സാധനം വെച്ചാൽ അഭിനയിച്ചിരിക്കുന്നവർ A to Z. അതായത് സിനിമ ബിൽഡാക്കി കൊണ്ടുവരും, പെട്ടെന്ന് വേറൊരു ക്യാരക്ടർ, അപ്പോൾ സിനിമ കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റ് ആവും. അങ്ങനെ ബൂസ്റ്റ് ചെയ്താണ് ഈ സിനിമ മൊത്തത്തിൽ പോണത്. ഓണം തൂക്കിയെന്ന് പറയാം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കണ്ട നല്ലൊരു പടം. ഒരുപാട് ചിരിക്കുകയാണോ, അങ്ങനെ ഭയങ്കര സ്റ്റോറിയല്ല, ചിരിക്കാൻ. ഫാമിലി ഓഡിയൻസ് എഴുതി വെച്ചു, കയറി മെഴുകും. നിംപോളി ഒരു കിട്ടില്ല സിനിമ. നിംപോളിക്ക് ഈ റോളൊക്കെ ഒരുപാട് കോമഡീസ്, ഇതിലുള്ള കാസ്റ്റിംഗ് ആളിൽ പറഞ്ഞു തുടങ്ങിയാൽ തീരൂല. വേണമെങ്കിൽ പറയാം, പ്രേമലിയുള്ള എല്ലാ ആളും ഉണ്ടെന്ന് പറയാം, എല്ലാവരും ഉണ്ട്. പിന്നെ അഡീഷണൽ കുറച്ച് പേരെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരും പെർഫോമൻസ് കൊള്ളാം, കോമഡീസ് കൊള്ളാം. കോമഡീസിൻ്റെ കാര്യം ഞാൻ എടുത്തെടുത്ത് പറയേണ്ട മെയിൻ റീസൺ, എനിക്ക് അത്രയ്ക്ക് വർക്കായി. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി. എനിക്ക് ഫസ്റ്റ് ഹാഫ് തീരാൻ യാതൊരുവിധ താല്പര്യമില്ലായിരുന്നു. അതിമനോഹരമായി തോന്നി ഈ ലോകവും ആ തിയേറ്ററിനകവും. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓണത്തിന് അതൊരു ബമ്പ ഹിറ്റായിരിക്കും, എഴുതി വെച്ചോ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഞാൻ പറയണ ഒപ്പീനിയൻ കണ്ട, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കണ്ട് മാത്രം സിനിമയെ വിലയിരുത്തരുത്. എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങളുണ്ട്. എല്ലാവർക്കും പേഴ്സണലി പല പല ഇഷ്ടങ്ങളായിരിക്കും. സോ നിങ്ങൾ സിനിമ കണ്ടിട്ട് വിലയിരുത്തിയാൽ ഓക്കെ. ബൈ.